അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആവർത്തിക്കുന്ന ഒരു ആരാധനയാണല്ലോ നിസ്കാരം. ഓരോ ദിവസവും 5 പ്രാവശ്യമെങ്കിലും മിനിമം നാം അള്ളാഹുവിൻ്റെ സന്നിധിയിൽ നിൽക്കുന്നു. എന്നാൽ നമ്മളിൽ പലരും സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്: എത്ര നിസ്കാരങ്ങളാണ് നാം ഇതുവരെ നിർവഹിച്ചത്? അതിൽ എത്ര നിസ്കാരങ്ങളാണ് നാം യഥാർത്ഥത്തിൽ അനുഭവിച്ചിട്ടുള്ളത്? ശരീരം നിസ്കരിക്കുന്നു, പക്ഷേ മനസ്സ് മറ്റെവിടെയോ സഞ്ചരിക്കുന്നു. അടുത്ത ജോലി എന്താണ്? ഫോൺ വന്നോ? വ്യാപാരത്തിലെ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാം? ഇങ്ങനെ പല ചിന്തകളും നിസ്കാരത്തിലേക്ക് കടന്നു വരുന്നു. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളുടെ വിജയത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ആദ്യം നിസ്കാരത്തിലെ ഖുശൂഇനെ പരാമർശിച്ചത്. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. തീർച്ചയായും വിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു. എങ്ങനെയുള്ളവരാണവർ? അവർ അവരുടെ നിസ്കാരത്തിൽ ഖുശൂ ഉള്ളവരാണ്. സൂറത്തുൽ മുഅ്മിനൂൻ 1-2 ആയത്തുകളാണത്. പ്രിയമുള്ളവരെ, ഖുശൂ എന്നാൽ മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു, അൽ ഖുശൂ ഹുളൂറുൽ ഖൽബി വ സുകൂനുൽ ജവാരിഹ്, അഥവാ ഹൃദയം അല്ലാഹുവിൻ്റെ സന്നിധിയിൽ സാന്നിധ്യമറിയിക്കുകയും ശരീരാവയവങ്ങൾ ശാന്തമാവുകയും ചെയ്യുന്ന അവസ്ഥയാണ്. മഹാനായ ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി തൻ്റെ ഇഹ്യാ ഉലൂമുദ്ദീൻ എന്ന ഗ്രന്ഥത്തിലൂടെ പറയുന്നു, ഇദാ ഖുംത ഇല സ്വലാത്തി ഫഅലം അന്നക ബൈന യദയില്ലാഹി തആല, അഥവാ നീ നിസ്കാരത്തിലേക്ക് നിൽക്കുമ്പോൾ അള്ളാഹുവിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത് എന്ന് ആദ്യം നീ മനസ്സിലാക്കുക. നമ്മൾ ആദരിക്കുന്ന ഒരു പ്രമുഖനായ വ്യക്തിയുടെ മുമ്പിൽ നമ്മൾ നിൽക്കുമ്പോൾ പോലും നമുക്ക് ശ്രദ്ധ നഷ്ടപ്പെടാറില്ല. എന്നാൽ സർവശക്തനായ അള്ളാഹുവിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ എത്രമാത്രം വിനയവും ശ്രദ്ധയും ഉണ്ടായിരിക്കണം. പ്രിയമുള്ളവരെ, നിസ്കാരത്തിൽ ഖുശൂ ലഭിക്കാൻ നമ്മുടെ പണ്ഡിതന്മാർ ചില മാർഗങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഒന്നാമതായി, നിസ്കാരത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കുക. നമ്മൾ ഓതുന്ന സൂറത്തുകളുടെ, പ്രത്യേകിച്ച് ഫാത്തിഹ സൂറത്തിൻ്റെയൊക്കെ അർത്ഥം നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ ബിസ്മി ഓതുമ്പോൾ അതല്ലെങ്കിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കണം. ഇയ്യാക നഅ്ബുദു എന്ന് പറയുമ്പോൾ നാം അള്ളാഹുവിനോട് ചെയ്യുന്ന വാഗ്ദാനം ഹൃദയം കേൾക്കുന്നുണ്ടോ? അർത്ഥം അറിയുമ്പോൾ നിസ്കാരം വെറും ചലനമല്ല, അത് റബ്ബുമായുള്ള സംഭാഷണമായി മാറുന്നു. രണ്ടാമതായി, നിസ്കാരത്തിന് മുമ്പ് മനസ്സിനെ നമ്മൾ തയ്യാറാക്കണം. പള്ളിയിൽ നേരത്തെ എത്തുക, കുറച്ച് ദിക്റിലും ഇസ്തിഗ്ഫാറിലും ഏർപ്പെടുക, ലോകകാര്യങ്ങളിൽ നിന്ന് മനസ്സിനെ മാറ്റുക. മൂന്നാമതായി, റുക്കൂഉം സുജൂദും ശാന്തതയോടുകൂടി നിർവഹിക്കുക. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അസ്വഉൻ നാസി സരിഖത്തൻ അല്ലദി യസ്രിഖു മിൻ സ്വലാത്തിഹി, അഥവാ തൻ്റെ നിസ്കാരത്തിൽ നിന്ന് മോഷ്ടിക്കുന്നവനാണ് ഏറ്റവും മോശപ്പെട്ട കള്ളൻ. സ്വഹാബികൾ ചോദിക്കുന്നു, നബിയെ, ആരാണത്? ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലാ യുതിമ്മു റുകൂഅഹ വലാ സുജൂദഹ, അഥവാ ആ നിസ്കാരത്തിലെ റുക്കൂഉം സുജൂദും പൂർണ്ണമാക്കാത്തവനാണവൻ. ഇന്ന് നമ്മളിൽ പലരുടെയും നിസ്കാരം ഈ രോഗം ബാധിച്ചിട്ടില്ലേ എന്ന് നാം സ്വയം ചോദിക്കണം. നാലാമതായി, ഓരോ നിസ്കാരവും അവസാനത്തെ നിസ്കാരമാണെന്ന് കരുതുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, സ്വല്ലി സ്വലാത്ത മുവദ്ദിഅ, ഇതാണ് നിൻ്റെ അവസാന നിസ്കാരം എന്ന പോലെ നീ നിസ്കരിക്കുക. ഇതാണ് ഇന്ന് എൻ്റെ ജീവിതത്തിലെ അവസാന സുബ്ഹിയാണെങ്കിൽ, അവസാന ഇശ ആണെങ്കിൽ ആ ഒരു ചിന്ത മാത്രം നമ്മുടെ നിസ്കാരത്തെ മാറ്റിമറിക്കും. അഞ്ചാമതായിട്ട്, പാപങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക. പാപങ്ങൾ ഹൃദയത്തെ കഠിനമാക്കുന്നു. ഹൃദയം കഠിനമായാൽ ഖുശൂ നഷ്ടപ്പെടും. കണ്ണുകൾ കരയുകയില്ല, ഹൃദയം വിനയപ്പെടുകയില്ല. പ്രിയമുള്ള സഹോദരന്മാരെ, ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പോലെയുള്ള മഹത്തുക്കളായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു, ഖുശൂ നിസ്കാരത്തിൻ്റെ സാധുതയ്ക്ക് നിബന്ധനയല്ല, പക്ഷേ അത് നിസ്കാരത്തിൻ്റെ ആത്മാവാണ്. അതുകൊണ്ട് ഒരു നിസ്കാരം ശരിയായേക്കാം, പക്ഷേ അതിൻ്റെ മധുരം നഷ്ടപ്പെട്ടിരിക്കാം. ഒരു നിസ്കാരം നിർവഹിക്കപ്പെട്ടിരിക്കാം, പക്ഷേ അതിൻ്റെ പ്രകാശം നഷ്ടപ്പെട്ടിരിക്കാം. അവസാനമായി ഞാൻ നിങ്ങളോടും എന്നോടും ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നാം ഓരോ ദിവസവും 5 പ്രാവശ്യം നിസ്കരിക്കുന്നു. എന്നാൽ ആ 5 പ്രാവശ്യവും അള്ളാഹുവിൻ്റെ മുമ്പിൽ യഥാർത്ഥത്തിൽ നിൽക്കുന്നുണ്ടോ? അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും നമ്മുടെ നിസ്കാരങ്ങളിൽ ഖുശൂ പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.